മലനാട് വിഷൻ വാർത്ത ഫലം കണ്ടു. മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച ദളിത് വിദ്യാർത്ഥിനി അമ്പിളിയുടെ ദുരൂഹമരണത്തിന് കാരണക്കാർക്കെതിരെ നടപടികളാകുന്നു. ആദ്യപടി എന്ന നിലയിൽ അമ്പിളി താമസിച്ചിരുന്ന അങ്ങാടി പുല്ലുപ്രത്തെ ബാലികാസദനത്തിൽ നിന്നും നിലവിലെ അന്തേവാസിനിയായ വിദ്യാർത്ഥിനികളെ മാറ്റി. സാമൂഹ്യനീതി വകുപ്പിന്റെയും റാന്നി പോലീസിന്റെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് കുട്ടികളെ പൂർണ്ണമായും മാറ്റിയത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതലയിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയത്. ബാലികാ സദനത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള പരിശോധന തുടർ ദിവസങ്ങളിൽ നടക്കും. 2011 മുതൽ 4 വർഷത്തേക്കാണ് ഈ സ്ഥാപനത്തിന് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയത്. പിന്നീട് നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് പുതുക്കുവാൻ നടത്തിപ്പുകാർ തയ്യാറായിട്ടില്ല. ഉടൻ തന്നെ ഇത് അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്ന അമ്പിളി ഇവിടെ താമസിച്ചാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. ഇലന്തൂർ ഗവൺമെന്റ് കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനിയായിരിക്കെ 2 വർഷം മുമ്പാണ് അമ്പിളി മരിച്ചത്. ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് ബാലികാസദനം നടത്തിപ്പുകാർ വീട്ടുകാരെ വിവരമറിയിച്ചത്. എന്നാൽ അടുത്തിടെ അമ്പിളിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ വരികയും മരണത്തിന്റെ ദുരൂഹത പുറത്തു വരികയുമായിരുന്നു. അമ്പിളിയുടെ അടുത്ത ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ അമ്പിളിയുടെ മരണത്തെപ്പറ്റിയുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരുവാൻ പോലീസോ മുഖ്യധാരാ മാധ്യമങ്ങളോ തയ്യാറായിരുന്നില്ല. അമ്പിളി താമസിച്ചിരുന്ന ബാലികാസദനത്തിന്റെ ചിത്രം ഉൾപ്പെടെ രംഗത്ത് കൊണ്ടുവന്ന് മലനാട് വിഷൻ നിരവധി വാർത്തകൾ ചെയ്തിരുന്നു. കൂടാതെ വാർഡ് മെമ്പർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ വീട്ടുകാർക്ക് പൂർണ്ണ പിന്തുണ നൽകി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രത്യക്ഷമായി രംഗത്തെത്തി. ചില സംഘടനകളുടെ നേതൃത്വത്തിൽ സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതോടെയാണ് നടപടികൾ ആരംഭിച്ചത്. മരണത്തെപ്പറ്റി അന്വേഷണം നടത്തി ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന ബന്ധുക്കളുടെ പരാതിയാണ് ഇനിയും പരിഹരിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, റാന്നി.